നമ്മളിൽ ചിലരെങ്കിലും ആലോചിക്കും, ഇപ്പം നമ്മൾ നാട്ടിലായിരുന്നുവെങ്കിൽ ഇതിന് നല്ലൊരു ഈസ്റ്റർ നമുക്ക് ആഘോഷിക്കാൻ കഴിയുമായിരുന്നു എന്ന്. പക്ഷെ അത് തെറ്റായൊരു കാര്യമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് നാട്ടിൽ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്നത് ടിവിയുടെ മുമ്പിലാണ്. ടിവിയുടെ മുമ്പിലിരുന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയും എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ്. ചിലകർ ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ ഓണം, വിഷു, ക്രിസ്മസ് വിശേഷം ഏതായാലും കലണ്ടർ മനോരമ തന്നെ. ഇത് മാറ്റി പറഞ്ഞാൽ ഞാനത് മാറ്റി പറയാണ്, ഓണം, വിഷു, ക്രിസ്മസ് വിശേഷം ഏതായാലും എല്ലാവരും ടിവിയുടെ മുമ്പിൽ തന്നെ. അങ്ങനെ ടിവിയുടെ മുമ്പിലിരുന്ന് കാണുന്ന എല്ലാവർക്കും ടിവിയുടെ ആംഗിൾസാണ് നമുക്ക് മറ്റുള്ളവരെയൊക്കെ പ്രിയങ്കരനും പരിചിതരും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കണ്ണാടി വാർത്താധിഷ്ഠിത പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമായ കണ്ണാടിയുടെ ഞാൻ ആരംഭിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയുടെ പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റർ. ബിവറേജസുകളിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ദിവസം. എന്നാൽ മദ്യം വിറ്റ് കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ഈ കുടിയന്മാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? നല്ല കുടിയന്മാർ ക്ഷമിക്കുക, ബിവറേജസിലൂടെ കോടികൾ ലാഭം ഉണ്ടാക്കുന്നുവെങ്കിലും കുടിയന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കുടിയന്മാർക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. ഈ കുടിയൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും മദ്യത്തിന് വീട്ടിലും വേണം. ഇവിടെ കുടിയന്മാർക്ക് അസോസിയേഷൻ ഇല്ലാത്തതല്ലേ ഇവിടെ പ്രശ്നം? നേരാണ്, കുടിയന്മാർക്ക് അസോസിയേഷനുകളില്ല. എന്നാലും സർക്കാരുകൾ കാണട്ടെ, അവർക്ക് വേണ്ടത് ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നടത്തുന്ന കോടീശ്വരൻ എന്ന പരിപാടി. എല്ലാവർക്കും എന്റെ നമസ്കാരം. കോടീശ്വരൻ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ. ചോദ്യം പിടിച്ചോ. അപ്പങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് താഴ്ചക്കായി. ഓൾ അപ്പംസ് ചുട്ട അമ്മായി, ചുട്ടത് ഫോർ ഹൂം? ഓപ്ഷൻസ് ഉണ്ട്. നെല്ലിക്കായി, ആരണ്ടിക്കായി, മരുമൊരുക്കായി. ദേ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ. ദേ വന്നു, താൻ പോയി. ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഞാൻ നികേഷ്, 28 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, ആലോചനകൾ ക്ഷണിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഈ വർഷത്തെ കൊടുങ്ങല്ലൂർ പദവിയുടെ പേരുള്ള പൂരപ്പട്ട അവാർഡ് പ്രഖ്യാപിച്ചു. അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ കേരളത്തിന്റെ മുഖ്യ ചീഫ് വിഴുപ്പായ PC ജോർജ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. ഓടി നടന്ന പ്രായഭേദമെന്ന് എല്ലാവരെയും തെറിവടിച്ചതിനാണ് ഈ അവാർഡ്. ഇതിനെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാൻ നമ്പർ മലയാളത്തിൽ 0071, ഹിന്ദിയിൽ 0077, തമിഴിൽ 171. പണ്ട് കേരളം ഭരിച്ചിരുന്നത് ഈ ബസ്സായിരുന്നെങ്കിൽ ഇത് കേരളം ഭരിക്കുന്നത് SMS ആണ്. പാടാൻ കൊള്ളാവുന്ന പെൺകൊച്ചിനെയും കൊണ്ട് കൊച്ചിന്റെ അമ്മ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നു. എലിമിനേഷനിൽ കുട്ടി ഔട്ടാകുമ്പോൾ കുട്ടിയുടെ അമ്മ കുട്ടി കരയുന്നു, കുട്ടിയുടെ അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. യാതൊരു ബന്ധമില്ലാത്തൊരു ചേട്ടൻ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരയാണ്. ഇങ്ങനെ സംഗതികളും മൃഗങ്ങളും
ഷഡ്ജും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് 2 ജഡ്ജസാണ്. അതില് ശ്രീകുട്ടൻ മോനെ ഇങ്ങനെ തിരിച്ചോണ്ടിരുന്ന മതിയോ, കമന്റ് ഒന്നും പറയണ്ടേ, അണ്ണാക്ക് തന്നെ അങ്ങ് പറഞ്ഞാ മതി. എന്നാൽ ഞാൻ പറയാം, മോനെ എന്ത് പാട്ടായി പാടിയത്, ഇതില് സംഗതി വല്ലതും ഉണ്ടായോ? അതെല്ലാം പോട്ടെ, മോൻ പാടിയപ്പോ ഷർട്ട് വിട്ടാണോ? അണ്ണാജി ഷർട്ടായി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അണ്ണാതിനാ ഷർട്ടും. റിയാലിറ്റി ഷോയിലൊന്നും യാതൊരു ബന്ധമില്ലാതെ നമ്മുടെ ഗാനഗന്ധർവ യേശുദാസ് അവസാനം ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് ഡാൻസിനാലോ നല്ലൊരു പ്രസംഗത്തിലൂടെ വിവാദപരമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു: അതായത് നമ്മള് പാട്ട് പാടുമ്പോ നല്ല രീതിയിൽ താളത്തിൽ പാടണം. ഞാനും ദേവരാജന്മാരൊക്കെ പാടാൻ ഒരുപാട് നല്ല പാട്ടുകള് മലയാളത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ പാടി ഈ കുട്ടി ഇവിടെ ഒന്നും ജനിക്കേണ്ടതായിരുന്നില്ല, മറിച്ച് ഈ കുട്ടി അത് അമേരിക്കയിലായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. പിന്നെ പാട്ടുപാടി എളുപ്പത്തിൽ കുട്ടികൾ പ്രശസ്തരായപ്പോൾ മലയാളത്തിന്റെ 2 രാഷ്ട്രീയക്കാർക്ക് പാട്ട് പാടാൻ പോകാം. ആദ്യമായിട്ട് എത്തിയത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അച്ചുമാമനാണ്. അച്ചുമാമൻ പാട്ട് പാടാൻ വരുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിലും ഞാൻ പാടാൻ പോകുന്ന പാട്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളതാണ്. ഞാൻ ഭരിക്കുമ്പോഴും മുല്ലപ്പെരിയാറിൽ വിള്ളലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിലെ വിള്ളലടച്ചില്ല? ഞാൻ മുല്ലപ്പെരിയാറിലെ വിള്ളലടയ്ക്കാൻ പോകുമ്പോഴാണ് പാർട്ടിയിൽ വിള്ളലുണ്ടായത്. പാർട്ടിയുടെ വിള്ളലടയ്ക്കണോ മുല്ലപ്പെരിയാറിന്റെ വിള്ളലടയ്ക്കണോ? ഏതായാലും ഞാൻ പാടുകയാണ്. ബോയ്സ്, I am singing a song. Why this Kolaveri മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് why this Kolaveri മുഖ്യമന്ത്രി കളർ വൈറ്റ്, പക്ഷേ ഹാത്ത് ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. അച്യുതാനന്ദൻ പാടിയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പാട്ട് പാടാൻ തോന്നി. ഉമ്മൻചാണ്ടി ഒരു സെക്കൻഡ് നെച്ചി വെള്ളം വരും. ഗവൺമെന്റ് ഏത് പാട്ട് പാടണമെന്ന് പറഞ്ഞാല് ഞാൻ ആ പാട്ട് പാടുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് ഞങ്ങളുടെ ഗവൺമെന്റ് വില കൂട്ടുന്നത്. പിന്നെ ഉപയോഗിക്കാത്ത വസ്തുക്കൾക്ക് വില കൂട്ടിയിട്ടതാണ് കാര്യം. ഗ്യാസിന്റെ ക്ഷാമം തീർക്കണമെങ്കിൽ അവനവൻ തന്നെ തീരുമാനിക്കണം. പല കഴിപ്പോ ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് അതിന്റെ ക്ഷാമം നമുക്ക് പരിഹരിക്കാം. ഏതായാലും ഈ പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ പോയപ്പോ കേട്ട പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ്? മേടിയത് ഊതിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്താണ് ഊതിയതെന്ന് പ്രതിപക്ഷം പറയേണ്ടതെന്ന് എല്ലാവരും അതിന് കാരണം. നന്ദി, നമസ്കാരം.